ഹലോ നമസ്തേ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. അപ്പോൾ കല്യാണ വീഡിയോ ആണ്, കല്യാണ ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞാനിതാ 4 മണിയൊക്കെ ആയപ്പോൾ എണീറ്റ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനിതാ അവിടെ അടിച്ചു വരി എടുക്കണ്ട. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കുളിച്ചതിൻ്റെ ആ ഒരു ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ അത്ര നേരത്തെ കുളിച്ചാലേ എൻ്റെ മുടി ഒന്ന് നല്ല രീതിക്ക് കെട്ടി ഒതുക്കാൻ പറ്റുള്ളൂ. കുറച്ച് മുടികൾ എന്നാലും മുടിയൊന്ന് ഹെയർ സ്റ്റൈലൊന്ന് കുറച്ച് ഷാമ്പൂ ഒക്കെ തേച്ചിട്ട് അങ്ങനെ റെഡിയാക്കി എടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും നേരത്തെ എണീറ്റ് കുളിച്ചത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അലക്കിയിട്ടൊന്നുമില്ല കേട്ടോ, കുളി പെട്ടെന്ന് തീർത്തു. പിന്നെ അടിച്ചു വരി എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്താ പിന്നെ 5:30 ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ എല്ലാവരും 5:30 അല്ല 5 മണി ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ തന്നെ എല്ലാവരും ഇതാ എണീറ്റ് തുടങ്ങി. പിന്നെ ഞാൻ ഇവിടെ കസേരയൊക്കെ മാറ്റിയിട്ട് അവിടെയൊക്കെ ഒന്ന് അടിച്ചു വരി എടുക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു മുഹൂർത്ത ടൈം ആകുമ്പോഴത്തേനും നമുക്ക് ഇവിടെ നിന്ന് പോകണമല്ലോ. അപ്പോൾ പിന്നെ ആ ഒരു നേരത്തൊന്നും അടിച്ചു വരി എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ പിന്നെ മാറ്റണ തിരക്കും, മുല്ലപ്പൂ വെക്കണം, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, സാരി ചുറ്റണം, അങ്ങനത്തെ കുറേ തിരക്കിലൊക്കെയാവും. അപ്പം ഞാൻ കുളി കഴിഞ്ഞിട്ടൊക്കെയാണ് അടിച്ചു വരി എടുക്കുന്നത്. അടിച്ചു വരിയിട്ട് കുളിച്ചുകൂടെയാണ് അത് എന്താ ഞാൻ എണീറ്റപ്പോൾ തന്നെ അപ്പം തന്നെ കുളിച്ചാൽ പിന്നെ കുളി അങ്ങോട്ട് കഴിഞ്ഞിട്ടല്ലേ വിചാരിച്ച് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അടിച്ചു വരുന്നത്. പിന്നെ അങ്ങോട്ട് തിരക്കാവും എനിക്കറിയാം. അപ്പോൾ അതാണ് ഞാൻ തന്നെ ആദ്യം നേരത്തെ എണീറ്റ് കുളിച്ചത് കേട്ടോ. പിന്നെ അങ്ങോട്ട് തിരക്കായാലും കുഴപ്പമില്ലല്ലോ, കുളി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ആ തിരക്കിൽ അങ്ങോട്ട് വിടില്ലല്ലോ, കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ കല്യാണ തലേന്നത്തെ പാട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും എൻ്റെ ക്ഷീണത്തിൽ ഉറങ്ങിയതാണ്. അപ്പോൾ എല്ലാവരും ഇതാ ഓരോരുത്തരിങ്ങനെ എണീറ്റ് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വരി എടുക്കുന്നുണ്ട്. തലേ ദിവസം അവിടെയൊക്കെ ഡാൻസ് കളിച്ചിരുന്നുണ്ട്. അപ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ട്. അതാണ് ഞാൻ കുറച്ച് വെള്ളമൊക്കെ തളിച്ചിട്ട് അങ്ങനെ അടിച്ചു വരി എടുക്കണത് കേട്ടോ. അപ്പോൾ എൻ്റെ കോലൊന്നും കണ്ടിട്ട് ആരൊന്നും വിചാരിക്കേണ്ട, മുടിയൊന്നും ശരിയാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ഞാനങ്ങനെ പെട്ടെന്ന് അടിച്ചുവരി എടുക്കണതൊക്കെ തട്ടി ഒപ്പിച്ചെടുക്കണ വീഡിയോ ഉണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ തന്നെ വീഡിയോ ഓഫാക്കും വേണം, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ സാരി എടുക്കലും മേക്കപ്പ് കാര്യങ്ങളും മുല്ലപ്പൂ വെക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. സാരി എടുത്ത് ഒന്നും കൂടി ക്ലിയർ ആവാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊന്നും ടൈം കിട്ടിയിട്ടില്ല. പിന്നെ അതവിടെ ദക്ഷിണ കൊടുക്കണം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇത് കുറച്ച് നേരം വീഡിയോ എടുത്തിട്ട് ഞാൻ നേരെ ബസ്സിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ മോതിരിട്ട് കൊടുക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും കാണാൻ ഞാൻ നിന്നിട്ടില്ല. എന്നെ വിളിച്ചിട്ട് എന്താ പറയുക, ഞാൻ അപ്പം എന്നോട് പെട്ടെന്ന് ബസ്സിൻ്റെ അങ്ങോട്ട് എത്താൻ പറഞ്ഞിട്ടോ. അപ്പോൾ ഞങ്ങളിതാ പെൺകുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ്. ഞങ്ങളിതാ ബസ്സിലെത്തി. അപ്പോൾ ഞങ്ങളത് എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പൊന്നുൻ്റെ നാട്ടിലെത്തി, പെട്ടെന്ന് എത്തിയിട്ടുണ്ട്. ബസ്സിൽ കയറി 2-3 പാട്ടൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അതാ പൊന്നുൻ്റെ വീട്ടിലെത്തി. പിന്നെ അതാ ചെക്കൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ബസ്സിൽ പിന്നെ ഞങ്ങൾ ചെക്കൻ പിന്നെ കാറിൽ അങ്ങനെ വന്നിട്ടുള്ളൂ കേട്ടോ. വേറെ വണ്ടിയും കാര്യങ്ങളൊന്നും ട്രാവലർ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതാ ചെക്കനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയുണ്ട്. അപ്പോൾ കുറേ താലം പിടിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് അവിടെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് സെറ്റാക്കി ഇങ്ങനെ റെഡിയാക്കി വെക്കുന്നുണ്ട്. എല്ലാവരും ചേച്ചിമാരെ അമ്മായിമാരെ അങ്ങനെയൊക്കെ സെറ്റാക്കി വെക്കുമല്ലോ താലം പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആവുമ്പോഴും ചെക്കന് ഇവിടെ നിൽക്കുകയുണ്ട്. അപ്പോൾ അതാ കല്യാണ ചെക്കൻ കയറി വരികയാണ്. അപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട്, പിന്നെ ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോഗ്രാഫർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ചേച്ചിമാർ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് അങ്ങനെ അതാ ചെക്കനതാ വരവേൽക്കുക കേട്ടോ. താലം പിടിച്ചിട്ട് അങ്ങനെ വരവേൽക്കുകയാണ്. അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കണത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളകി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതാ താലം പിടിച്ച് ചെക്കനെ വരവേൽക്കുന്നുണ്ട്. അപ്പോൾ പൊന്നുൻ്റെ അമ്മ ഇങ്ങനെ കൈ പിടിച്ചിട്ട് അങ്ങനെ മണ്ഡപത്തൊക്കെ അങ്ങനെ കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ സബ്സ്ക്രൈബർ ചേച്ചി വന്നിട്ട് പറഞ്ഞു, വീഡിയോ ഞാൻ കാണലുണ്ട്, എന്താ അങ്ങനെ എന്നെ അറിയില്ല, എന്നെ അറിയുമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നേന്ന് കേട്ടോ. അപ്പോൾ ആളും ഞാനും പിന്നെ കുറച്ച് നേരമൊക്കെ അങ്ങനെ സംസാരിച്ചിട്ട് അങ്ങനെ നിന്നു. പിന്നെ പിറ്റേ ദിവസം സൽക്കാരത്തിന് പോയപ്പോഴും കണ്ടു കേട്ടോ. ആളെ പേര് വിജി എന്നാണ് തോന്നുന്നുണ്ട്. വീഡിയോ ഒക്കെ കുറേ കഴിഞ്ഞിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. പേര് അത് തന്നെയാണ് തോന്നുന്നുണ്ട്, അറിയില്ല. പേര് അത് തന്നെയാണ് തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം സംസാരിച്ചിട്ടൊക്കെ അങ്ങനെ നിന്നിട്ടോ, ചേച്ചി ഞാനും. അപ്പോൾ പൊന്നുവിൻ്റെ ഫാമിലിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിന്നു. അപ്പോൾ പെണ്ണ് അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. അപ്പോൾ 3 വട്ടം ചുറ്റണമല്ലോ മണ്ഡപം ചുറ്റാൻ നിൽക്കുകയാണ് കേട്ടോ.
അപ്പോൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ അത് അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ ബ്രൈഡ് ലുക്കായിട്ട് ഇങ്ങനെ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതൊരു നല്ല ഭംഗിയാണല്ലോ, മുല്ലപ്പൂവൊക്കെ വെച്ച് ഗോൾഡൊക്കെ ഇട്ട്. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ കാണുന്നത്. അപ്പോൾ മുഹൂർത്തം പറയണത് 8:30 9:30 ആ ഒരു ടൈമിൻ്റെ ഇടയിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരത്തെ പോന്നിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് നേരത്തെ പോന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ അധികം ആൾക്കാരൊന്നും കാണാത്തത്. അപ്പോൾ നേരത്തെ മുഹൂർത്തം ആയതുകൊണ്ട് ആൾക്കാരൊക്കെ വരാൻ കുറച്ച് വൈകുമല്ലോ. അപ്പോൾ ഇതാ കെട്ട് നേരത്തെ കഴിയും. അപ്പോൾ അതാ പൊന്നു മണ്ഡപത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നൊക്കെ അതാ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. റീനു ആണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ഇങ്ങനെ എടുക്കില്ല കേട്ടോ. ഇതിലാറും മടിയാണ് വീഡിയോ എടുക്കാൻ ആൾക്കാരുടെ നിന്ന്. അപ്പോൾ പിന്നെ അതാ ഇവർക്ക് ചന്ദനം കൊടുക്കുന്നുണ്ട്, പിന്നെ സിന്ദൂരം അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ ഇവരോട് ഇരിക്കാൻ പറയുന്നുണ്ട്. എനിക്കതെങ്ങനെ സത്യം പറഞ്ഞത് എങ്ങനെ പറയേണ്ടതെന്ന് അറിയണില്ല. അപ്പോൾ കുറേ കർമ്മങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ പൂജാരി ഇതാ അതൊക്കെ സെറ്റാക്കി അതൊക്കെ ചെയ്യാനുണ്ടോ അതൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണുണ്ട്. അപ്പോൾ തെച്ചി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കയ്യിൽ കൊടുത്തിട്ട് അനുഗ്രഹമൊക്കെ വാങ്ങണമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അത് നല്ല രീതിയിൽ ചെയ്തുകൊണ്ട് നിൽക്കണ്ട. അപ്പോൾ എല്ലാവരും എന്താ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ അതാ പൊന്നൂന് പിന്നെ ഈ അച്ഛൻ്റെ കൈ ഇങ്ങനെ പിടിച്ചു കൊടുക്കുമല്ലോ വരനെ. അപ്പോൾ പൊന്നു ഭയങ്കര കരച്ചിലായിരുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം വരും. ആ ഒരു ടൈമിൽ നമുക്ക് തന്നെ സങ്കടമാവില്ലേ. അപ്പോൾ ഇവിടെ താലി കെട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു മുഹൂർത്തത്തിൻ്റെ ആ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ പൂജാരി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതാ താലി കെട്ടാനുള്ള ആ ഒരു മുഹൂർത്തത്തിൻ്റെ സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതാ അത് കുളത്ത് ആ മാലൻ്റെ ലോക്കറ്റിൻ്റെ അവിടെ കുളത്തൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കുകയാണ്. അപ്പോൾ റീനു ആണ് ഈ വീഡിയോ ഒക്കെ എടുത്തത്. ഞാനൊന്നല്ല വീഡിയോ എടുത്തത്. അപ്പോൾ അതാ താലി കെട്ടാൻ നിൽക്കുകയാണ്. അങ്ങനെ എങ്ങനെയാണ് കെട്ടേണ്ടത്, എങ്ങനെ എന്താ പറയുക ഒരു രീതി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതാ പൊന്നുവിൻ്റെ കഴുത്തിൽ താലി കെട്ടി. അപ്പോൾ രഞ്ജിത്തേട്ടനും പൊന്നും പുതിയൊരു ജീവിതം തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും എന്താ നല്ല രീതിയിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും അങ്ങോട്ട് അങ്ങനെ നല്ല രീതിയിൽ അങ്ങനെ ജീവിതം എന്താ മുന്നേറി പോട്ടെ, അപ്പോൾ അടിപൊളിയാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അങ്ങനെ അതാ താലികെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ക്യാമറ കയ്യിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഒരു സൈഡൊക്കെ ആയതാണ് കേട്ടോ. അതൊന്നും ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. എഡിറ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ താലികെട്ട് കഴിഞ്ഞപ്പോൾ അതായത് താലിൻ്റെ കുളത്തിൻ്റെ അവിടെ എന്തൊക്കെയോ ഒന്ന് ശരിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ പെണ്ണിൻ്റെ ബാക്കിൽ നിൽക്കുന്നതാണ് നാത്തൂന്, അതായത് രഞ്ജിത്തേട്ടൻ്റെ പെങ്ങൾ കേട്ടോ, ചേച്ചി. അപ്പോൾ ചേച്ചീൻ്റെ ഭർത്താവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവർ ആ മാലിൻ്റെ കുളത്തും സംഭവങ്ങളൊക്കെ റെഡിയാക്കി. പിന്നെ അതാ ഇവരിങ്ങനെ താലിമാല വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ അല്ല ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്യാമറയിൽ നോക്കിയിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കാനൊന്ന് അങ്ങനെ ഒന്ന് പോസിൽ അങ്ങനെ നിൽക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇവർ ഇതൊക്കെ ശരിയാക്കി കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ സിന്ദൂരൊക്കെ ചാത്തി കൊടുക്കുന്നുണ്ട്. പിന്നെ അതാ പൊട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ചന്ദനമൊക്കെ ഇട്ട് കൊടുക്കൂലേ, അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാജേട്ടനും എനിക്ക് വീഡിയോ എടുക്കാൻ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ രാജേട്ടന് ഈ പെണ്ണിൻ്റെ വീട്ടിൽ പോന്നിട്ടില്ല, പൊന്നുവിൻ്റെ വീട്ടിൽ പോന്നിട്ടില്ല കേട്ടോ. രാജേട്ടൻ അവിടെ ഇവിടെ തന്നെ നിന്നതായിരുന്നു. ഇവിടെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് രാജേട്ടൻ ഇവിടെ തന്നെ നിന്നതായിരുന്നു കേട്ടോ. അങ്ങനെ അതാ ഇവർ ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അങ്ങനെ നിന്ന് കൊടുത്തതാണ് കേട്ടോ. പിന്നെ അതാ ഇവരെന്തൊക്കെയോ പറഞ്ഞിട്ട് ചിരിക്കണൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അതാ പിന്നെയും കുറേ കർമ്മങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞു. പിന്നെ അതാ രഞ്ജിത്തേട്ടന് മാല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ പൊന്നൂനും രഞ്ജിത്തേട്ടൻ എന്താ പറയുക മോതിരം ഉണ്ടല്ലോ, മോതിരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊന്നു ഇതാ രഞ്ജിത്തേട്ടന് മാല ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാണ്ട്. അതൊക്കെ ക്യാമറക്ക് ആകെ അഴകുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കാൻ നിൽക്കണ്ട, മാല ഇട്ട് കൊടുക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ ഇവരത് ലവ് മാരേജ് ആണോ എന്നൊക്കെ ചോദിക്കും. ലവ് മാരേജ് എന്നല്ല കേട്ടോ, അറേഞ്ച്ഡ് മാരേജ് തന്നെയാണ്. അപ്പോൾ കല്യാണ വീഡിയോ എവിടെയെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ കല്യാണ വീഡിയോ എഡിറ്റ് ചെയ്യാനൊരു ടൈം കുറച്ച് ലോങ് ആയി പോയി. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ സ്പേസ് ഇല്ലായിരുന്നു ഫോണിൽ. 20 മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെയാണ് കേട്ടോ. അത് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോഴേ അറിയുള്ളൂ ഇത് ഡൗൺലോഡ് ആവുമോ ഇല്ലേ എന്നൊന്നും അറിയില്ല. ഡൗൺലോഡ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് പിന്നെ സ്പേസ് ഇല്ലാത്തൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല, ഞാനങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് പോകുന്നുണ്ട്.
അതാണ് വീഡിയോ ഇടാൻ വൈകുന്നത്. ഞാൻ പിന്നെ തലേ ദിവസത്തെ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആണെങ്കിൽ കല്യാണ ദിവസത്തെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കല്യാണ വീഡിയോ ആണ് നല്ല ലോങ്. തലേ ദിവസത്തെ വീഡിയോ അത്രക്കൊന്നും ഇല്ലെങ്കിലും തലേ ദിവസത്തെ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് വേണം കല്യാണ ദിവസത്തെ വീഡിയോ ഇടാൻ. അതാണ് ഞാൻ വീഡിയോ ഇടാൻ വൈകിയത്. കല്യാണ വീഡിയോ എന്തേന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ കല്യാണ വീഡിയോ ഇടാൻ സ്പേസ് ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് ലാസ്റ്റ് ആകുമ്പോഴേ അറിയുള്ളൂ ഇതിൽ സ്പേസ് ഉണ്ടാവുമോ ഇല്ലേ എന്നൊക്കെ കേട്ടോ. അങ്ങനെ അതാ സിന്ദൂരൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അതാ പൂവൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. തെച്ചിപ്പൂവൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതാ സിന്ദൂരം ചാർത്തിയിട്ട് ഫേസ് നോക്കാൻ പറഞ്ഞു ചിരിക്കാനൊക്കെ പറയാനുണ്ട്. അപ്പോൾ അങ്ങനെ അതാ ഫോട്ടോ എടുത്തു. പിന്നെ രഞ്ജിത്തേട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ കളിയൊക്കെ എന്ന് പറഞ്ഞാൽ പറയുമല്ലോ, എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറയുമല്ലോ. അപ്പോൾ ഇന്നില്ല. അപ്പോൾ ഫ്രണ്ട്സൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമുക്ക് വേഗം ചിരി വരുമല്ലോ. അപ്പോൾ അതൊക്കെയുണ്ട് ആ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ പിന്നെ അതാ മാല ബൊക്കെ ഇങ്ങോട്ടും കൈമാറണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നിൽക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ ഓരോരോ സൈഡും പിന്നെ കിഴക്ക് തെക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. എനിക്കതിനെ പറ്റിയൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. മാലകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടാൻ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ കൈ പിടിച്ച് കൊടുക്കുമല്ലോ വരന്. അപ്പോൾ ആ ഒരു ടൈമിൽ പൊന്നു നല്ല പോലെ കരഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം തന്നെ കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ട്. നമ്മളെ കല്യാണത്തിന് ഞാനൊക്കെ എൻ്റെ കല്യാണത്തിനൊക്കെ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതാ പൊന്നു അവിടെ കരയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ പൊന്നു കരഞ്ഞിരുന്നു കേട്ടോ. അച്ഛൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങി. അപ്പോൾ കരയുമെന്ന് കണ്ട ആൾ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു കേട്ടോ. പിന്നെ അത് അവർ ഒപ്പം നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അച്ഛനും അമ്മയും. പിന്നെ ഫാമിലി ഫോട്ടോസ് അങ്ങനെ കുറേ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ടില്ല. പിന്നെ ഞാനും രാജേട്ടനും എന്താ പെണ്ണിനെ കൊണ്ടുവരുമല്ലോ ചെക്കൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ഞാനും രാജേട്ടനും നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു കേട്ടോ. പിന്നെ പൂജാരി പിന്നെ അച്ഛന് എല്ലാവരും അങ്ങനെ രണ്ടാൾ വെച്ചിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കണം. പിന്നെ മണ്ഡപം ചുറ്റുമാണ് കേട്ടോ. അപ്പോൾ കാര്യങ്ങൾ ഇവിടെ കുറേ ചെയ്യേണ്ട കർമ്മങ്ങളും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കരച്ചിലും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ അച്ഛനും കാണുമ്പോൾ പിന്നെ ആർക്കായാലും സങ്കടമാവും. ചെറുപ്പം മുതലേ ഇങ്ങനെ ഒപ്പം നടക്കണമെന്നല്ലേ. അപ്പോൾ പിന്നെ പെട്ടെന്നൊരു ദിവസം അങ്ങനെ പോവുകയാണെന്ന് പറയുമ്പോൾ സങ്കടം വരും. ഞാനും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവർ ഫാമിലി ഫോട്ടോ എടുക്കണം. പൊന്നുവിൻ്റെ ആങ്ങളെയും പിന്നെ പൊന്നുവിൻ്റെ അച്ഛനും പൊന്നുവിൻ്റെ അമ്മയാണ് കേട്ടത്. അപ്പോൾ ഇവരൊരു ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ പോകുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോകുന്നു ഞാനും ജിന്നും പിന്നെ ഞങ്ങളവിടുത്തെ പെൺകുട്ടികളൊക്കെ ചേർന്നിട്ട് അവിടെ ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ചിന്നും വെറുതെ പൊന്നുവിൻ്റെ വീടാണ് കേട്ടോ കാണുന്നത്. പൊന്നുവിൻ്റെ വീടിൻ്റെ സൈഡിൽ വീടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും അവിടെ പോയിരുന്നു. എന്താണെന്നറിയില്ല, വണ്ടിയിൽ പോന്നിട്ടാണെന്നറിയില്ല, ഭയങ്കര ക്ഷീണം രണ്ടാക്കും. അപ്പോൾ ഞങ്ങൾ രണ്ടാളും അവിടെ വെറുതെ പോയിരുന്നു. അപ്പോൾ സാരി ഉടുത്തത് ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ. അപ്പോൾ അത് അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് തോന്നി. പിന്നെ അത് ശരിയാക്കാനോ റെഡിയാക്കാനുള്ളൊരു ടൈമൊന്നും കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ തന്നെ ചുറ്റിയിട്ട് അങ്ങനെ തന്നെ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് ഓടിയതാണ് കേട്ടോ ഞാനൊക്കെ. അപ്പോൾ പെട്ടെന്ന് എത്തണമല്ലോ, മുഹൂർത്തം നേരത്തെയാണെന്ന് പറഞ്ഞില്ല. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഒരുങ്ങി പോകുന്നതാണ്. അപ്പോൾ ഞാൻ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുണ്ട്. മുല്ലപ്പൂ രാജേട്ടന് വെക്കണം ഭയങ്കര നിർബന്ധം. അപ്പം ഞാൻ മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ലുക്ക് അന്നത്തെ ഒരു ലുക്ക് എന്ന് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ കുറേ നേരം സംസാരിച്ചിട്ടൊക്കെ ഇങ്ങനെ നിന്നു. പിന്നെ മൂക്കുത്തി വെച്ചിട്ടുണ്ട്. അല്ലാത്ത പിന്നെ വലിയ മേക്കപ്പും പറയാനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ളൂ എൻ്റെ മേക്കപ്പ് പറയുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ കുറേ നേരം സംസാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പൊന്നുവിൻ്റെ വീടാണ് കേട്ടത്. പൊന്നിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് പന്തൽ. അപ്പോൾ അവിടുന്ന് കുറച്ച് പോയാൽ മതി കേട്ടോ. അടുത്താന്ന് പറഞ്ഞാൽ കുറച്ച് പോകണം. അപ്പോൾ കുറേ നേരം ഞങ്ങളവിടെ ഇരുന്നു. പിന്നെ ചെക്കനും പെണ്ണൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ടൈമുണ്ടല്ലോ, കെട്ട് നേരത്തെ കഴിഞ്ഞതുകൊണ്ട് കുറേ ടൈമുണ്ടല്ലോ. അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും വേണ്ടിയിട്ട് പോയിരുന്നു കേട്ടോ. പിന്നെ പോകാനുള്ളൊരു ടൈമൊക്കെ ആയിട്ടോ. പൊന്നിനെയും കൊണ്ട് പോകാനുള്ളൊരു ടൈമൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ പോണതിൻ്റെ മുന്നേ തന്നെ ഇവിടെ എന്താ പറയുക,
ഈ അമ്മാവന്മാർക്ക് മുണ്ട് കൊടുക്കുക, പിന്നെ അമ്മായിയമ്മക്കും സാരി കൊടുക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. പൊന്നൂൻ്റെ അമ്മക്ക് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ, അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. അമ്മായിയമ്മക്ക് സാരി കൊടുക്കുക, പിന്നെ അമ്മാവന്മാർക്ക് അമ്മായിമാർക്ക്. അപ്പോൾ അതൊക്കെ എന്താ കാരണവന്മാരെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റാക്കി റെഡിയാക്കുകയാണ് കേട്ടോ, എല്ലാം പറഞ്ഞ് നല്ല രീതിക്ക് ചെയ്ത്. അപ്പോൾ അതാ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കൊടുക്കാണ്ട്, കാരണവന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ അതൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ അതാ ഇവരൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ, കാരണവന്മാർ എന്താ എങ്ങനെയൊക്കെ ചെയ്യണം അതൊക്കെ ഇങ്ങനെ പറയുകയാണ്. പിന്നെ അതാ ഓരോരുത്തർക്കായിട്ട് അങ്ങനെ കൊടുക്കാൻ തുടങ്ങി. പിന്നെ ആദ്യം എന്താ പൊന്നൂൻ്റെ അമ്മക്ക് കൊടുക്കാണ്ട്, രഞ്ജിത്തേട്ടന്. അപ്പോൾ കൊടുത്തിട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ ഓരോരുത്തർക്ക് അങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെ നാട്ടിലും ഇങ്ങനെ രീതികളൊക്കെ വ്യത്യസ്തമാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ പൊന്നൂൻ്റെ അമ്മക്ക് കൊടുത്ത് അപ്പോൾ അനുഗ്രഹമൊക്കെ വാങ്ങി. പിന്നെ അമ്മാവന്മാർ ധാരാളം എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അമ്മാവന്മാരുണ്ടാവും, പിന്നെ അങ്ങനെ ചെറിയച്ഛന്മാർ വലിയച്ഛന്മാരൊക്കെ ഉണ്ടാവും, പൊന്നൂൻ്റെ ബന്ധുക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ കൊടുക്കണം കേട്ടോ. അങ്ങനെ എനിക്ക് എല്ലാവരും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അധികം വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. എന്നാലും ഞാൻ വീഡിയോ എടുത്തതൊക്കെ കുറവാണ്. ഞാൻ ഇങ്ങനെ പകുതി ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അതാ പോവാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതാ ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. ഇറങ്ങാൻ നിന്നപ്പോൾ പൊന്നു ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ അതാ പൊന്നു കരഞ്ഞിട്ടാണ് ഈ നിൽക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് ഈ അമ്മ വന്നിട്ട്, പൊന്നൂൻ്റെ അമ്മ വന്നിട്ട് ബാക്കിൽ ഇങ്ങനെ പിടിച്ചത് കേട്ടോ. അപ്പോൾ കെട്ടിപ്പിടിച്ച് രണ്ടാളും ഭയങ്കര കരച്ചിലാണ്. ഇത് കണ്ടപ്പോൾ ഞാനും ചിന്നൊക്കെ പറയും, ഇത് കണ്ട അമ്മക്കും സങ്കടമാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താ വീടിൻ്റെ അടുത്തുള്ള താത്തമാരൊക്കെ പറയുന്നുണ്ട് കരയണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, എല്ലാവരും ഇങ്ങനെ തന്നെയാവും. അപ്പോൾ പിന്നെ കാറിൽ കയറാനായി, പിന്നെ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അങ്ങനെ തന്നെ ഞങ്ങൾ പോന്നു. അങ്ങനെ അതാ ഞങ്ങൾ പൊന്നൂൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ചെക്കൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കാണ്ട്. അങ്ങനെ അതാ ബസ്സിലൊക്കെ പോകുന്നു. ബസ്സിലൊക്കെ ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങളതാ വീട്ടിലേക്ക് നടന്ന് പോകുന്നു. വീട്ടിലെത്തി. പിന്നെ അതാ പൊന്നൂനെ കൊണ്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്, കാറിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ അതാ രഞ്ജിത്തേട്ടനൊക്കെ കാറിൽ തന്നെ ഇരിക്കുകയാണ്. ഇവിടുന്ന് താലം പിടിച്ചിട്ട് ഇവിടുന്ന് തന്നെ ചേച്ചിമാരും ചെറിയമ്മമാരും അമ്മായിമാരും അങ്ങനെ ഒരു 6-7 ആൾക്കാരും അങ്ങനെ നിൽക്കണം കേട്ടോ, താലം പിടിച്ചിട്ടൊക്കെ. ബാക്കി അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ അതാ വന്ന ഗസ്റ്റും എല്ലാവരും എന്താ ഫാമിലിയൊക്കെ അതാ പൊന്നൂനെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ആ പെണ്ണിനെ തറവാട്ടിലേക്കാണ് കേട്ടോ കയറ്റണത്. രഞ്ജിത്തേട്ടൻ്റെ വീട് ഇവിടെ താഴത്താണ്. അപ്പോൾ തറവാട്ടിലേക്കാണ് കയറ്റണത്. അങ്ങനെ അതാ താലം പിടിച്ചവരൊക്കെയാണ് കേട്ടോ ബാക്കിൽ വരുന്നത്. അപ്പോൾ നിലവിളക്കൊക്കെ പിടിച്ചതാ പൊന്നുതാ വലതേ കാല് വെച്ചിട്ട് കയറാൻ നിൽക്കാണ്ട് രഞ്ജിത്തേട്ടൻ്റെ കൂടെ. അങ്ങനെ അതാ പുതിയൊരു ജീവിതത്തിൽ രണ്ടാളും എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. അങ്ങനെ എന്താ പുതിയൊരു നാട്, പിന്നെ അങ്ങനെ പരിചയമായി കിട്ടണമല്ലോ. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാവും. പിന്നെ ആ ഒരു സാഹചര്യമൊക്കെ ആയിട്ട് അങ്ങനെ പൊരുത്തപ്പെട്ട് പോകണം. പുതിയ അന്തരീക്ഷം അങ്ങനെ നല്ല രീതിയിൽ അങ്ങനെ പോട്ടെ. അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. വീഡിയോ അല്ല, ക്യാമറ ഒക്കെ ഇതാ ഇവിടെ മുന്നിൽ കണ്ടിട്ട്. അപ്പോൾ ഞാൻ അധികം വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ അതാ വലതേ കാല് വെച്ച് കയറി. അപ്പോൾ പിന്നെ ഇതാ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാനുണ്ട്, ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. രഞ്ജിത്തേട്ടൻ്റെ ഏട്ടനാണ്, രമേശ് ഏട്ടനാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ ചേച്ചിയാണുള്ളത്. എൻ്റെ ചേച്ചിമാരും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും വന്നിരുന്നിട്ട് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതാ രാത്രി ആയപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വക കേക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഹാപ്പി വെഡ്ഡിങ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഹാപ്പി വെഡ്ഡിങ് ഡേ എന്നൊക്കെ പറഞ്ഞ് കേക്കൊക്കെ ഉണ്ടായിരുന്നു ചെക്കന്മാരെ വക, അതായത് രഞ്ജിത്തേട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വക കേട്ടോ. അങ്ങനെ അത് ആ കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കേക്കൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കുകയാണ്, പൊട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ നോക്കുകയാണ് കേട്ടോ. പിന്നെ അപ്പോൾ കല്യാണമൊക്കെ പറഞ്ഞ് കല്യാണമൊക്കെ ആയി, കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഒരു സന്തോഷത്തിനൊക്കെ വേണ്ടിയിട്ട് കേക്കൊക്കെ മുറിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കുറേ ദിവസമായില്ലേ ഇങ്ങനെ പറയുന്നത് കല്യാണമുണ്ട് എന്നൊക്കെ അല്ലേ. അങ്ങനെ കല്യാണ ദിവസം ആയി
അങ്ങനെ രഞ്ജിത്തേട്ടൻ്റെ ഏട്ടനുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ ബാക്കിൽ. ഞങ്ങളെ കസാരട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടനെ വിളിച്ചിട്ട് എങ്ങനെയായാലും സ്റ്റേജിൽ നമുക്ക് വരുന്നില്ല. പിന്നെ രമേശ് ഏട്ടൻ വന്നു. പിന്നെ രഞ്ജിത്തേട്ടൻ്റെ ഏട്ടനുണ്ട് രമേശ് ഏട്ടന്. അപ്പോൾ പറഞ്ഞ സ്ഥാനം കൊണ്ട് ഇവരൊക്കെ ഇളയച്ചനാണ് കേട്ടോ. പക്ഷേ ഈ വയസ്സുകൊണ്ട് ഇവരിൻ്റെ മൂത്തതാണ്. അതാണ് ഞാൻ ഏട്ടാന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് കേക്ക് മുറിക്കാൻ കേട്ടോ. രഞ്ജിത്തേട്ടൻ്റെ അമ്മയാണത്, രഞ്ജിത്തേട്ടൻ്റെ അച്ഛനാണ് കേട്ടോ അത് സൈഡിലുള്ളത്. അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് കേക്ക് മുറിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പൊട്ടിക്കുന്ന സമയം അങ്ങനെ നമ്മളെ കല്യാണ വീഡിയോ ഇവിടെ അവസാനിക്കാനായി. അപ്പോൾ എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. നല്ലൊരു ജീവിതമൊക്കെ ആവട്ടെ, നല്ലൊരു തുടക്കമാവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം. താങ്ക് യു.